Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ സാധാരണ വീഡിയോ ഇടുമ്പോഴേക്കും ഓരോ റെസിപ്പി ഇടുമ്പോഴും കൂടുതലും നിങ്ങളെ കാണിക്കാറുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അങ്ങനെ അളന്നിട്ടുള്ള കണക്കാണ്. അതുപോലെ തന്നെ കപ്പ്, മെഷറിംഗ് കപ്പുകളും വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ കിച്ചണിൽ അങ്ങനെ കൃത്യം അളവ് വെച്ചിട്ടല്ല ചെയ്യാറുള്ളത്. സാധാരണ പഴയ അമ്മമാർ ചെയ്യുന്ന പോലെ ഒരു പിടിക്കണക്കും അല്ലെങ്കിൽ ഒരു നുള്ള്, ഒരു ചെറിയ പിടി എന്നൊക്കെ അവർ പറയാറില്ലേ. അപ്പം ആ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും അടുക്കളയിൽ പാചകം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധാരണ സ്പൂൺ വെച്ചിട്ടുള്ള ഒരു കണക്കുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 തരം കപ്പാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. 4 അളവിലുള്ള കപ്പ്, അതുപോലെ തന്നെ 4 അളവിലുള്ള മെഷറിംഗ് സ്പൂണുകളുമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുള്ളത്. അത് 1 കപ്പുണ്ട്, അരക്കപ്പുണ്ട്, ഒരു 1/3 കപ്പുണ്ട്, 1/4 കപ്പുണ്ട്, അതുപോലെ തന്നെ ടേബിൾ സ്പൂണുണ്ട്, ടീസ്പൂണുണ്ട്, അര ടീസ്പൂണുണ്ട്, 1/4 ടീസ്പൂണുണ്ട്. അപ്പം നമ്മൾ ഈ മെഷറിംഗ് കപ്പും സ്പൂണും ഒക്കെ വാങ്ങുമ്പോൾ കഴിവതും സ്റ്റീലിൻ്റെ തന്നെ വാങ്ങാൻ നോക്കുക. അതാണ് കൂടുതൽ നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിവാക്കുക. ഇതാകുമ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നല്ല ക്വാളിറ്റി ആയിരിക്കും. ഞാനിത് ഓൺലൈൻ വാങ്ങിയതാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു അളവും സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ ആ ഒരു അളവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 4 എണ്ണമാണ് മെഷറിംഗ് സ്പൂൺ. ഇതിലേറ്റവും വലുതാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവ് മില്ലി ലിറ്ററിൽ പറയാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മില്ലി ലിറ്ററിന് അടുത്ത് വരും. 14.78 എന്നാണ്. ഏകദേശം 15 മില്ലി ലിറ്ററിന് അടുത്ത് വരും. അതായത് ഹാഫ് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അപ്പോൾ 7.5 മില്ലി ലിറ്ററാണ്. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അതുപോലെ തന്നെ അടുത്തത് രണ്ടാമത്തെ സ്പൂൺ എന്ന് പറയുന്നത് ഒരു ടീസ്പൂണാണ്. ടീസ്പൂണിൻ്റെ കണക്ക് പറയാനാണെങ്കിൽ ഏകദേശം 5 ml വരും. ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 4.9 അല്ലെങ്കിൽ 5 ml ആണ്. പിന്നെ ഉള്ളത് അര ടീസ്പൂണാണ്. അര ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 2.5 ml വരും. അര ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കാണാമല്ലോ, ഇതുപോലെ എല്ലാത്തിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്, മാറിപ്പോവില്ല. അപ്പോൾ അര ടീസ്പൂൺ എന്ന് പറയുന്നത് 2.5 ml വരും. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 1/4 ടീസ്പൂണാണ്. അത് ഏകദേശം 1.25 ml വരും. അപ്പോൾ ടേബിൾ സ്പൂൺ ഉണ്ട്, ഒരു ടീസ്പൂൺ ഉണ്ട്, അര ടീസ്പൂൺ ഉണ്ട്, 1/4 ടീസ്പൂൺ ഉണ്ട്. ഇങ്ങനെ 4 സ്പൂണുകളാണ് നമുക്ക് മെഷറിംഗ് സ്പൂണായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂണുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം സൈസ് സ്പൂണും പിന്നെ ഒരു ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ഒരു ചെറിയ സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വെച്ച് നോക്കിയാൽ ഏകദേശം കണ്ടോ ഈ ഒരു അളവ് വരുന്നതാണ് ടീസ്പൂണിൻ്റെ കണക്ക്. ഇത് നമ്മുടെ ടീസ്പൂണിൻ്റെ അളവിൽ കൊള്ളുന്നതായിരിക്കും ഇതിലും കൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ച് നോക്കിയാൽ ഏകദേശം ഈ വലിപ്പം വരുന്നതാണ് ടേബിൾ സ്പൂണായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് അളവായിരിക്കില്ല. നമ്മൾ വാങ്ങുന്ന മെഷറിംഗ് സ്പൂണുമായിട്ട് കറക്റ്റ് അളവൊന്നും ആയിരിക്കില്ല. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മെഷറിംഗ് സ്പൂൺ തന്നെ ഉപയോഗിക്കുക. പക്ഷേ ഏകദേശം നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതേപോലെ സാധാരണ സ്പൂൺ മതിയാവും. അപ്പോൾ ഏകദേശം അളവ് സെയിം ആയിരിക്കും. നമ്മൾ അത് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയാൽ അറിയാം. അപ്പം ഞാനൊരു ടീസ്പൂണിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. അത് നമ്മുടെ മെഷറിംഗ് സ്പൂണിൽ തന്നെ നിറച്ചെടുക്കുക. അതിനുശേഷം അത് ഒന്ന് വടിച്ചെടുക്കുക. അതിനാണ് ലെവൽ ചെയ്തെടുക്കുന്ന ആ ഒരു അളവായിരിക്കും ഏകദേശം നമ്മുടെ ടീസ്പൂണിൽ കൊള്ളുന്ന പഞ്ചസാര. അപ്പോൾ അതിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് നിറഞ്ഞു നിൽക്കില്ല, ഏകദേശം ലെവലിനനുസരിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ അളവ്. അപ്പോൾ ഈ ഒരു അളവിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് സ്പൂണിൽ ഒരു ടീസ്പൂൺ അളവ് കിട്ടും. അതുപോലെ തന്നെ ടേബിൾ സ്പൂൺ, ഇതിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇതുപോലെ ഒന്ന് വടിച്ചെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂണിലേക്കൊന്ന് ഇട്ട് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ സ്പൂൺ നമ്മുടെ വീട്ടിലുള്ളത് അളവ് സ്പൂണായിട്ട് എടുക്കുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ കയ്യിലൊന്ന് വെച്ച് അതിൻ്റെ ഏകദേശം ഒരു വലിപ്പം നോക്കിയാൽ
നമുക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു പിടിക്കണക്കിലേക്ക് നോക്കാം. അമ്മമാർ എടുക്കുന്ന ആ ഒരു അളവും ഇതുമായിട്ടുള്ള ഏകദേശ കണക്ക്. നമ്മുടെ കൈയുടെ 3 വിരൽ വെച്ചിട്ട് ആ 3 വിരലിനുള്ളിൽ കൊള്ളാവുന്നത്രയും ഇങ്ങനെ നുള്ളിയെടുക്കുക. അതിനാണ് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു പിഞ്ച് എന്നൊക്കെ പറയുന്നത്. അത് ഏകദേശം 1/4 ടീസ്പൂൺ ആയിരിക്കും. 1/4 ടീസ്പൂണിൽ കൊള്ളുന്ന അത്രയും ഉണ്ടാവും മിക്കവാറും നമ്മൾ ഒരു നുള്ളെന്ന് പറഞ്ഞ് എടുക്കുന്നത്. അതാണ് ഈ ഒരു നുള്ള് കണക്ക്. ഏകദേശം 1/4 ടീസ്പൂൺ വരും. പിന്നെ നമ്മുടെ വിരലിൻ്റെ 3 വിരൽ വെച്ച് നമ്മൾ നേരത്തെ എടുത്തത്. ഇനി 4 വിരൽ വെച്ചിട്ട് അതിൽ കൊള്ളാവുന്നത് എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1/2 ടീസ്പൂൺ വരുന്ന ഒരു കണക്കായിരിക്കും. കറക്റ്റ് അളവാവത്തില്ല, അതിനെ അളന്ന് തന്നെ എടുക്കേണ്ടി വരും. ഏകദേശം നമുക്കൊരു കണക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് പറയുന്നത്. ആദ്യത്തേത് ഒരു നുള്ളായിരുന്നു, ഇത് കുറച്ചും കൂടെ ഉണ്ടാവും. നമ്മുടെ 4 വിരൽ വെച്ചെടുക്കുന്നത് 1/2 ടീസ്പൂൺ ആയിരിക്കും. ഇനി നമുക്കൊരു ചെറിയ പിടി എന്ന് പറയുന്നത് 5 വിരലും ചേർത്തെടുക്കുന്ന ഒരു ചെറിയ പിടിക്കാണ് 1 ടീസ്പൂൺ കണക്കാക്കുന്നത്. 5 വിരൽ വെച്ചിട്ടാണ് എടുത്തത്. അതൊരു ചെറിയ പിടി വാരി എടുക്കുക. അതുപോലെ തന്നെ ഇനി 5 വിരൽ വെച്ച് ഒരു വലിയ പിടി വാരിയാൽ അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 5 പിടി വെച്ച് ഒരു വലിയ പിടി വാരിക്കഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നമ്മുടെ സ്പൂണിൻ്റെ കണക്ക് അതാണ്. ഇനി കപ്പിൻ്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു പിടി ഇങ്ങനെ കുഴിച്ച് പിടിച്ചിട്ട് ഒരു പിടി വാരിയാൽ അത് ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 60 ml ആണ്. മില്ലി ലിറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ 60 ml ആണ്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml അളവായിരിക്കും. അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുന്നത് 60 ml ആണ്. അപ്പോൾ നമ്മുടെ ഒരു പിടി എന്ന് പറയുന്നത് ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. അതനുസരിച്ച് നമുക്കപ്പോൾ 2 പിടി എടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പാകും. അത് 125 ml ഉണ്ടാവും. പിന്നെ 1/3 അളവുണ്ടാവും. 1 കപ്പിൻ്റെ 1/3 അളവ് ഉണ്ടാവും. അത് ഏകദേശം 80 ml വരും. അതുപോലെ തന്നെ ഇതാണ് 1/3 കപ്പ്. 1/3 1 കപ്പിൻ്റെ 1/3 അളവാണിത്. പിന്നെ നമ്മുടെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അത് 4 പിടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഏകദേശം 4 പിടി എടുത്താൽ 1 കപ്പ് വരും. നമ്മുടെ കൈ ഒന്ന് കുഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊക്കെയാണ് ഏകദേശം ഒരു പിടിക്കണക്ക്. അതുപോലെ തന്നെ നമ്മുടെ കപ്പിൽ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര എന്നൊക്കെ പറയുന്നത് എത്ര ഗ്രാം ആണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അതിപ്പോൾ എല്ലാ സാധനങ്ങളുടെയും അളവിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയുടെ ഗ്രാം അളവായിരിക്കില്ല മൈദ എടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഉപ്പ് എടുക്കുമ്പോഴേക്കും, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനാണെങ്കിലും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഏതാണോ നമ്മൾ എടുക്കേണ്ടത്, ഇപ്പം മൈദ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ ഇൻ ഗ്രാംസ് എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് എന്ത് സാധനമാണ് എടുക്കുന്നതനുസരിച്ച് വെയിറ്റ് വ്യത്യാസപ്പെടും. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് ഏകദേശം 200 ഗ്രാമാണ്. പക്ഷെ മൈദ എന്ന് പറയുന്നത് 110 ഗ്രാമേ ഉണ്ടാവുള്ളൂ 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത് തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അമ്മമാരുടെ കൈപ്പിടി കണക്കും നമ്മുടെ മെഷർമെൻറ്റ് കപ്പും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് അവരന്ന് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. അത് ഏകദേശം സത്യമാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ അത്യാവശ്യം ഈ ഒരു പിടിക്കണക്കും കൈക്കണക്കൊക്കെ വെച്ച്, അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു കണക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്